ഋഗ്വേദം, സാമവേദം, അടുത്ത യജുർവേദം, അടുത്തത് ലാസ്റ്റ് വൺ ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം. ഈ 4 വേദങ്ങളാണ് ഹൈന്ദവ മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് അറിയില്ല അല്ലേ? പലരും വിചാരിച്ചിരിക്കുന്ന ഭാഗവതോ രാമായണാറ്റാന്ന് ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്നാ. ശരിക്കും പറഞ്ഞാൽ ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം വേദങ്ങളാണ്. ഞാൻ പറഞ്ഞു, സാമവേദം, അഥർവവേദം, യജുർവേദം, ഋഗ്വേദം എന്നീ 4 വേദങ്ങളാണ്. ഈ 4 വേദങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവും? വായിച്ചത് നമുക്ക് മനസ്സിലാവില്ല, അത്രക്കും കടികട്ടിയുള്ള വാക്കുകളാണ്. നമ്മുടെ ഹൈന്ദവ മതത്തിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഉപനിഷത്തുക്കളെ ഒക്കെ കാച്ചി കുറുക്കിയെടുത്ത ഒരു അമൃതുണ്ട്. ഏതാണെന്നറിയോ? ഉപനിഷത്തുക്കളെ ഒക്കെ കാച്ചി കുറുക്കിയെടുത്ത ഒരു അമൃത്, അതെ, ശ്രീമദ് ഭഗവത്ഗീത. ഉപനിഷത്തുക്കളാകുന്ന പശുക്കളിൽ നിന്ന് ഊർന്നെടുക്കുന്ന അമൃതാണ് ശ്രീമദ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത പഠിച്ചാൽ തന്നെ നമ്മുടെ ഹൈന്ദവ മതത്തിനെ കുറിച്ച് നമുക്ക് അടിസ്ഥാനത്തിൽ അറിയേണ്ട കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അത് തന്നെയാണ് ബ്രഹ്മയജ്ഞത്തിലും പറയുന്നത്. ധർമ്മശാസ്ത്രങ്ങളെ കുറിച്ച് കുറച്ച് സമയമെങ്കിലും പഠിക്കുകയും അത് നമ്മളെ അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുക. അടുത്ത യജ്ഞം എന്ന് പറയുന്നത് പിതൃയജ്ഞം. അതായത് നമ്മുടെ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെയും അവരുടെ അച്ഛനമ്മമാരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുക. മരണശേഷം അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുക. അല്ലാതെ ജീവിച്ചിരിക്കുന്ന സമയത്ത് വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കിയിട്ട് മരിച്ച സമയത്ത് എൻ്റെ അച്ഛൻ പോയി എൻ്റെ അമ്മ പോയി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് വേണ്ട സമയത്ത്, അവർക്ക് എപ്പോഴാണോ നമ്മളെ ആവശ്യം, ആ സമയത്ത് നമ്മൾ അവരുടെ ഒപ്പം നിൽക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ മരണശേഷം അവർക്ക് വേണ്ട ബലിതർപ്പണങ്ങൾ നടത്തുന്നതാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ദേവയജ്ഞം. ദേവയജ്ഞത്തിൽ പെടുന്നത് നാമജപവും അതുപോലെ ക്ഷേത്ര സന്ദർശനവുമാണ്. നാമജപം എന്ന് പറഞ്ഞാൽ, ഇവിടെ എത്ര പേര് സന്ധ്യക്ക് നാമം ജപിക്കാറുണ്ട്? എത്ര പേരുണ്ട്? ഇത്രയും പേരിൽ ഒരു 10-15 ആൾക്കാർ കൈ പൊന്തിച്ചിട്ടുണ്ട്. ഇത്രയും പേരോട് ഇരിക്കാതെ 10-15 ആൾക്കാർ മാത്രമാണ് കൈ പൊന്തിച്ചിട്ടുള്ളത്. കാരണം എന്താ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നാമജപം കാണാനില്ല. അതായത് ഇന്ന് നാമജപം എന്ന് പറഞ്ഞാല് രക്ഷിതാക്കളുടെ കൺസെപ്റ്റില് അത് കുട്ടികളിൽ മാത്രം ഒതുങ്ങുന്നതാണ്. കാരണം രക്ഷിതാക്കളെ ജപിക്കൊന്നുമില്ല, പക്ഷെ കുട്ടികളോട് സന്ധ്യ വളരെ നീ മര്യാദയ്ക്ക് ജപിച്ചോളനെ, നീ അവിടെ നിന്ന് മര്യാദയ്ക്ക് ജപിച്ചില്ലേ, ബാക്കി എനിക്ക് കാണിച്ചിരാന്ന് പറയുന്ന കുറെ രക്ഷിതാക്കളാണ്. പക്ഷേങ്കിൽ രക്ഷിതാക്കൾ ജപിച്ചില്ലേ കുട്ടികളെ ജപിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്, യഥ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന സയത്പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. അല്ലയോ അർജുന, ശ്രേഷ്ഠന്മാർ എന്താണോ ചെയ്യുന്നത് അതാണ് ഈ ലോകവും പിന്തുടരുന്നത്. മാതാപിതാക്കൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് അവരുടെ മക്കളും പിന്തുടരേണ്ടത്. അല്ലാതെ മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ ദേഷ്യത്തിന്റെ പുറത്ത് കുട്ടികൾ നാമജപത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കാര്യമില്ല. അവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ മാതാപിതാക്കള് നാമജപത്തിൽ ഏർപ്പെടുന്ന കാണുമ്പോൾ കുട്ടികളുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എന്താണിത്, എന്തിനു വേണ്ടി അത് ചൊല്ലുന്നേ, ഇത് കൊണ്ടുള്ള ഉപകാരം എന്താ? അപ്പൊ കുട്ടികൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിലേക്ക് ഇറങ്ങും. അതാണ് നാമജപത്തിനെ കുറിച്ച് പറയാനുള്ളത്.